ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, മല്ലു കപ്പിളോന്തറോടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഡാലസിലാണ്. ഫോർട്ട് വർത്തിനും അർലിംഗ്ടണിനും ഇടയ്ക്കുള്ള ഇന്ത്യൻ ബെസ്റ്റ് എന്ന കടയിലാണ്. ഇവർ മൺഡേ ദിവസങ്ങളിൽ അവധിയാണ്. ഇന്ന് ട്യൂസ്ഡേ ആണ്. നമ്മുടെ റീസെറ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ ജോലി കയറാൻ പോവാണ്. അതിന് തൊട്ട് മുമ്പായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വയറൊക്കെ നിറച്ച് വയറിനെ സന്തോഷിപ്പിച്ചിട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരു കാഴ്ച കണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തൊട്ടടുത്ത ടേബിളിൽ ആൾ ഫുഡ് ഓർഡർ കൊടുത്തു. അവർക്ക് ഫുഡ് ഡെലിവറി ചെയ്തത് റോബോട്ടാണ്. സോ നമുക്കിവിടെ റോബോട്ട് കൊണ്ടുവന്ന് തരുമോ നോക്കാം. നമ്മളേതായാലും ഫുഡിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. 2 നോൺ വെജ് താലിയാണ് നമ്മൾ ഓർഡർ കൊടുത്തത്. നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ. 2 നോൺ വെജ് താലി. നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ വന്നിട്ടുണ്ട്. ചില്ലി ചിക്കൻ ഉണ്ട്, ചിക്കൻ ടിക്ക മസാല, കടായി ചിക്കൻ, റൈസ് വിത്ത് സമോസ ആൻഡ് ഗാർലിക് നാൻ. എങ്ങനെയുണ്ട് അഭിപ്രായം പറയാം? നമ്മുടെ സമോസയല്ല, മറ്റേ നോർത്ത് ഇന്ത്യൻസിന്റെ സമോസയാണ്. അടിപൊളിയാണോ? പക്ഷെ നല്ല ടേസ്റ്റ്. ഓക്കെ, പെർഫെക്റ്റ്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. പിന്നെ കാണാം. ഭക്ഷണം കണ്ടാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, സോറി. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് നമ്മൾ യാർഡിലെത്തി കേട്ടോ. യാർഡിൽ വന്നു നമുക്ക് ഇവിടുന്ന് ലോഡ് കിട്ടിയിട്ടുണ്ട്. ഒരു സിംഗിൾ ട്രെയിലറാണ്, 53 ഫുഡാണ്. നമുക്ക് ഇവിടുന്ന് കിട്ടിയിരിക്കുന്നത് നേരെ കൊളറാഡോ സ്പ്രിങ്സിലേക്കാണ്. നമ്മുടെ ഡെൻവർ കൊളറാഡോ തൊട്ടടുത്താണ് കൊളറാഡോ സ്പ്രിങ്സ് കിടക്കുന്നത്. ഇവിടുന്ന് നമ്മൾ നേരെ 35 നോർത്ത് കയറി 70 വെസ്റ്റ് പോയി 25 സൗത്ത് ഇറങ്ങിയാണ് നമ്മൾ കൊളറാഡോ സ്പ്രിങ്സിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് നേരെ കൊളറാഡോ സ്പ്രിങ്സിലേക്കാണ്. ഞാൻ ട്രെയിലർ കണക്ട് ചെയ്തു, ഇൻസ്പെക്ഷൻ ഒക്കെ ചെയ്തു. ഇനി ഞാനത് വീണ്ടും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ ഏതായാലും നമുക്ക് നമ്മുടെ യാത്രയിൽ ബാക്കി കാണാം. ലോഡുമായിട്ട് നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ലോഡ് എടുത്തു കഴിഞ്ഞ് നമ്മൾ പേപ്പർ വർക്ക് എല്ലാം വെരിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. നമ്മുടെ വണ്ടിയിൽ നിലവിൽ 27,000 പൗണ്ട് മർച്ചൻഡൈസ് ഉണ്ട്. സോ അത് കൂടാണ്ട് നമ്മുടെ ട്രെയിലറിന്റെ ആവറേജ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 20,000 പൗണ്ട് തന്നെയാണ്. നമ്മുടെ ട്രക്കിന്റെ ഒരു ആവറേജ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 20,000 പൗണ്ടാണ്. സോ എല്ലാം കൂടെ വരുമ്പോൾ ആഡപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഏതാണ്ട് 67,000 പൗണ്ട് 67,000 പൗണ്ട് നമുക്ക് മൊത്തം വെയിറ്റ് വരുന്നുണ്ട്. യുഎസിലെ ബ്രിഡ്ജ് ലോ അനുസരിച്ച് നമുക്ക് ഓൾ യുഎസിൽ 80,000 പൗണ്ട് വരെ മാക്സിമം ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് മാത്രമല്ല, നമുക്ക് ഓരോ ആക്സിലും അതിൻ്റെതായ അളവുകളുണ്ട്. അതായത് ഫ്രണ്ട് സ്റ്റീറിംഗ് ആക്സിലെ 12,000 പൗണ്ട്, നമ്മുടെ ഡ്രൈവ് ആക്സിൽ 34,000, ടാൻഡത്തിൽ 34,000. അതുകൊണ്ട് 50 ഒറ്റ ട്രെയിലർ ആണല്ലോ. സോ അപ്പൊ അങ്ങനെ ഞാൻ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഒന്ന് മെൻഷൻ ചെയ്തിരുന്നു. സോ ഇപ്പൊ നമുക്കിപ്പം 67,000 പൗണ്ട് ഓൾ ടോട്ടൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊന്ന് മേക്ക് ഷുവർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിന്റെ എല്ലാം വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് ആണോ എന്നുള്ള കാര്യം. ഇല്ലെങ്കിൽ നമ്മൾ പോണ വഴിക്ക് നമുക്ക് സ്കെയിൽ ടിക്കറ്റ് കിട്ടും. സോ അർലിംഗ്ടൺ ടെക്സസിൽ ആക്ച്വലി അവരുടെ എസ്എസിന്റെ ഫെസിലിറ്റി തന്നെ ആക്ച്വലി സ്കെയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ സ്കെയിൽ ഇന്ന് എന്തോ ഔട്ട് ഓഫ് ഓർഡർ ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു 7 മൈൽ അടുത്ത് ലവ്സ് എന്ന് പറഞ്ഞ ട്രക്ക് സ്റ്റോപ്പ് ഉണ്ട്. ലവ്സ് എന്ന് പറഞ്ഞ ട്രക്ക് സ്റ്റോപ്പിനകത്ത് ക്യാറ്റ് സ്കെയിൽ ഉണ്ട്. അപ്പൊ ക്യാറ്റ് സ്കെയിലിൽ നിന്നാണ് കേട്ടോ നമ്മൾ വെയിറ്റ് എടുക്കുന്നത്. ക്യാറ്റ് സ്കെയിൽ ഇവിടുത്തെ ഒരു സർട്ടിഫൈഡ് സ്കെയിലാണ്. ഓൾ അമേരിക്കയിൽ എല്ലായിടത്തും തന്നെയുണ്ട്. സോ അങ്ങനെ ആ ക്യാറ്റ് സ്കെയിലിൽ പോയി നമുക്ക് വണ്ടിയുടെ വെയിറ്റ് ഒന്ന് തൂക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കുകയും ചെയ്യാം. നമ്മൾ സാധാരണ ക്യാറ്റ് സ്കെയിലിൽ വെയിറ്റ് തൂക്കുന്നത് മൊബൈൽ ആപ്പ് വെച്ചാണ്, വെയിറ്റ് മൈ ട്രക്ക് എന്ന് പറഞ്ഞ ആപ്പ് വെച്ചാണ് ചെയ്യുന്നത്. അല്ലാണ്ട് നമുക്ക് ആപ്പ് ഇല്ലാത്തവർക്കും ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് അവിടെ ചെല്ലുമ്പോൾ ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഏതായാലും നല്ല ട്രാഫിക് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആക്ച്വലി ഈ ഡയറക്ഷനിലല്ല പോകേണ്ടത്. ഇവിടെ നമ്മളൊരു 3 മൈല് സൗത്തിലേക്ക് പോയിട്ട് വെയിറ്റ് നോക്കിയിട്ട് തിരിച്ചാണ് പോകേണ്ടത്. അങ്ങോട്ടേക്ക് ട്രാഫിക് കാണുന്നില്ല. തൂക്കിയിട്ട് വരുമ്പോഴത്തേക്കും ട്രാഫിക് ആവുമെന്ന് അറിയത്തില്ല. ഏതായാലും നമുക്ക് നോക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ സ്കെയില്. ഇതിലോട്ട് നമ്മൾ ട്രക്ക് കയറ്റി നിർത്തും. ട്രക്ക് കയറ്റി നിർത്തിയിട്ട് നമ്മുടെ വെയിറ്റ് നമ്മൾ എടുക്കും. അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്റെ ഫോണിന്റെ അകത്ത് ആപ്പ് കിടപ്പുണ്ട്, മൊബൈൽ ആപ്പ് ഉണ്ട് വെയിറ്റ് നോക്കാനായിട്ടുള്ള. ഇൻ കേസ് ആപ്പ് ഇല്ലാത്ത ആളുകൾക്ക് വിളിക്കാനായിട്ടാണ് ഇവിടെ ഈ സ്വിച്ച് ഉള്ളത്. ഈ സ്വിച്ച് ഞെക്കി കഴിയുമ്പം അകത്ത് ഒരാള് കോൾ ആൻസർ ചെയ്യും. എന്നിട്ട് അവർ വെയിറ്റ് എടുത്തിട്ട് നമുക്കത് പ്രിന്റ് അടിച്ചു തരും. അപ്പൊ നമ്മുടെ കേസ് എന്ന് വെച്ചാൽ നമുക്ക് മൊബൈലിനകത്ത് ഓൾറെഡി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് ഞാനത് സ്ക്രീൻ റെക്കോർഡിംഗ് ആയിട്ട് എടുക്കാൻ പോവാണ്. കാരണം ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന അതേ ഫോണിൻ്റെ അകത്താണ് ഈ ആപ്പ് ഉള്ളത്. സോ ഇതേ ഞെക്കിയിട്ട് നമ്മൾ സാധാരണ അവരോട് പറയുമ്പോൾ അവർ നമ്മുടെ ഫസ്റ്റ് വെയിറ്റ് ആണോ റീവെയിറ്റ് ആണോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ആദ്യം തൂക്കുന്നതായതുകൊണ്ട് ഫസ്റ്റ് വെയിറ്റ് എന്ന് പറയും. അപ്പോൾ എന്നിട്ട് അവരെൻ്റെ ട്രക്ക് നമ്പർ ചോദിക്കും, ട്രെയിലർ നമ്പർ ചോദിക്കും. അവരൊന്ന് പ്രിന്റ് അടിച്ചു തരും. ആ പ്രിന്റ് ഇരിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സോ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ആപ്പിൻ്റെ പേര് വെയിറ്റ് മൈ ട്രക്ക് എന്നാണ്. ഈ ആപ്പ് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ലൊക്കേഷൻ അത് ഓട്ടോമാറ്റിക് ഡിറ്റക്ട് ചെയ്യും. ഇപ്പോൾ മുകളിൽ കണ്ടോ 2055 ക്യാറ്റ് സ്കെയിൽ ലൊക്കേഷൻ.
സോ ഇൻ കേസ് അത് മാറി കിടക്കണം നമുക്ക് അടിയിൽ മാനുവലായിട്ട് ടൈപ്പ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. സോ അടുത്ത പേജിനകത്ത് നമ്മൾ ട്രെയിലർ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ എന്താണ് നമ്മുടെ കമ്മോഡിറ്റി എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാം ഫ്രൈറ്റ് ഓഫ് ഓൾ കൈൻഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് പേയ്മെൻറ്റ് സെക്ഷനാണ്. അപ്പോൾ പേയ്മെൻറ്റ് സെക്ഷനകത്ത് ഫസ്റ്റ് വെയിറ്റിന് നമുക്ക് 1350 ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം വെയിറ്റ് എന്തെങ്കിലും കൂടുതലോ മാറ്റം വരുത്താനോ ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തിറങ്ങി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ റീവെയിറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കും. അങ്ങനെ റീവെയിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് $2 അല്ലെങ്കിൽ $3 അത് ഓരോ സ്ഥലത്തിനും ഡിപ്പെൻസ് ആയിട്ട് മാറി മാറി ഇരിക്കും കേട്ടോ. സോ വൺസ് ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആപ്പിൻ്റെ അകത്ത് തന്നെ ഇതിൻ്റെ വെയിറ്റും കാര്യങ്ങളെല്ലാം കാണിക്കും. എല്ലാം ലീഗൽ ലിമിറ്റ് ആണെങ്കിൽ നമുക്ക് നേരെ വിട്ടു പോയാൽ മതി. ഇനി അകത്ത് പോയി നമ്മുടെ റെസിപ്റ്റ് മേടിക്കാനോ പ്രിൻ്റ് അടിക്കേണ്ടതൊന്നും ആവശ്യമില്ല. സോ ഇനി അതല്ല നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ അന്നേരം മാത്രം നമുക്ക് സമയം ചിലവാക്കിയാൽ. ഇതാണ് നമ്മുടെ വെയിറ്റ്. ഇതിനകത്ത് എല്ലാം ലീഗൽ ലിമിറ്റ് ആണെങ്കിൽ നമ്മുടെ ട്രെയിലറിൻ്റെ അകത്ത് ഇച്ചിരി വെയിറ്റ് കൂടുതലാണ്. സോ ആ വെയിറ്റ് നമുക്ക് ഡ്രൈവ് ആക്സിലിലോട്ട് വരുത്തുവാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നമുക്ക് വണ്ടി കൺട്രോൾ ചെയ്യാൻ എളുപ്പം. പിന്നെ അകത്ത് ചെല്ലുവാണെങ്കിൽ ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ ഒരു രീതിയിലുള്ള ഒരു പേപ്പർ നമുക്ക് ഒരു പ്രിന്റ് അടിച്ച് തരുകയും ചെയ്യും കേട്ടോ. അതിനകത്ത് നമ്മളിപ്പോൾ കണ്ട നമ്പറാണ് കേട്ടോ, ഈ കിടക്കുന്ന നമ്പർ 2055 എന്നത് ലൊക്കേഷൻ നമ്പറാണ്. ഓരോ ലൊക്കേഷനും ഓരോ നമ്പറാണ്. സോ അങ്ങനെ നമ്മളിപ്പോൾ വെയിറ്റ് എടുത്തു. നമ്മുടെ വെയിറ്റ് എല്ലാം തന്നെ നോർമലാണ്. ടാൻഡത്തിൽ ഇച്ചിരി കൂടുതലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ വെയിറ്റ് അല്ല. അപ്പൊ എവിടെയാണോ ഭാരം കൂടുതൽ അങ്ങോട്ടേക്ക് ടാൻഡം അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഒരു 3 ഹോള് ബാക്കിലേക്ക് ഇട്ടാൽ നമ്മുടെ ആ പുറയിലെ വെയിറ്റ് നമ്മുടെ ട്രാക്ടറിന്റെ പുറകിലത്തെ ആ ടയറിലോട്ട് വരും. സോ ഇട്ടില്ലേലും കുഴപ്പമില്ല. പക്ഷെ നമുക്കെപ്പോഴും ഏറ്റവും പുറകിൽ കൂടുതൽ വെയിറ്റ് ഉള്ളത് നല്ലതല്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് ഇറക്കമൊക്കെ ഇറങ്ങുമ്പോൾ പുറകിൽ നിന്നുള്ള പുഷ് കൂടും. സോ ഞാൻ ഏതായാലും അതായത് പുറകിലേക്ക് ഓരോ ഹോള് മാറുന്നതനുസരിച്ച് 250 പൗണ്ട് വെച്ചാണ് മാറുന്നത്. സോ ഒരു 500 പൗണ്ടെങ്കിലും ഫ്രണ്ടിലേക്ക് കയറ്റിയിടാന്ന് വെച്ചിരിക്കുകയാണ്. സോ ബാക്കി നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ യാത്ര തുടരാം. ആദ്യം നമ്മൾ സ്കെയിലിലിട്ട് ഏതായാലും നമുക്ക് ടാൻഡോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ സ്കെയിലിൽ നമ്മൾ പുൾ ഓഫ് ചെയ്യുവാണ്. നമുക്ക് പുറത്തിട്ടിട്ട് ടാൻഡോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. ഇതാണ് കേട്ടോ നമ്മുടെ ട്രെയിലർ. ഈ സാധനത്തിനാണ്, ഈ ഒരു സെക്ഷനെയാണ് ടാൻഡം എന്ന് പറയുന്നത്. ആ ടാൻഡം അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത്ര നേരം അവർ കടന്നിരുന്ന ഈ ഹോളിലായിരുന്നു. ഈ ഹോളിൽ നിന്ന് 1, 2, 3ാമത്തെ ഹോളിലേക്ക് മാറി. അതായത് 750 പൗണ്ട് ഈ പുറകിൽ നിന്ന് ഫ്രണ്ടിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ വലിച്ചു വെച്ചിട്ടാണ് നമ്മൾ ഇത് തിരിച്ചിടും. ഈ സാധനം തിരിച്ച് ലോക്ക് ചെയ്യണം. സോ അതാണ് നമ്മളിപ്പോൾ ചെയ്യാം. നമ്മളിപ്പം അതിൻ്റെ തിരിച്ച് ലിവർ ഇട്ട് കഴിഞ്ഞിട്ട് ട്രാക്ടർ ഒന്ന് മുന്നോട്ടിറക്കി പുറകിട്ട് ബ്രേക്ക് പിടിച്ചപ്പോൾ കണ്ട് ഈ ലോക്ക് ഇവിടെ വീണിട്ടുണ്ട്. ഇതുപോലെ 4 ലോക്കുണ്ട് 4 സൈഡിലുമായിട്ട്. സോ അത് മേക്ക് ഷുവർ ചെയ്യണം അത് വീണോന്നുള്ള കാര്യം. ഇതുണ്ടോ, ഈ സൈഡിലും ഉണ്ട്. ഇവിടെ ഒരു ലോക്ക്, ഇവിടെ ഒരു ലോക്ക്. ഇപ്പോഴാണത് സെക്യൂർ ആയത്. സോ മാത്രമല്ല ഇപ്പം ടയറിൻ്റെ അളവ് കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ട്രെയിലർ മാർക്ക് ചെയ്തിട്ടുണ്ട് 41 ഫീറ്റിലാണ്. 41 ഫീറ്റിൻ്റെ നേരെ താഴെയാണ് ഈ ഹബ്ബ് നിൽക്കുന്നത്. സോ ഇത് സ്റ്റിൽ ഈവൻ ഈ കണ്ടീഷനിൽ നമുക്ക് ഫ്ലോറിഡ വരെ വേണമെങ്കിലും പോകാം. 40 ഫീറ്റിന് താഴെയാണ് കാലിഫോർണിയ പോകാൻ പറ്റുള്ളൂ. കാലിഫോർണിയ കഴിച്ച് ബാക്കി എല്ലായിടത്തും 41 ഫീറ്റ് താഴെയാണെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ നോക്കി. വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ കറക്റ്റാണ്. കറക്റ്റ് ആക്കി. നമ്മൾ ഈവൻ ഓവർ വെയിറ്റ് അല്ലായിരുന്നു എങ്കിലും നമ്മൾ ആ പുറകിലത്തെ ഏറ്റവും പുറകിൽ കിടക്കുന്ന അതിനകത്തുനിന്ന് ഒരു 3 ഹോള് നമ്മൾ ബാക്കിലേക്ക് ഇട്ടപ്പം ഏതാണ്ടൊരു 750 പൗണ്ടോളം നമ്മുടെ ട്രക്കിൻ്റെ പുറകിൽ വന്നു. അപ്പോൾ നമ്മുടെ ട്രക്കിൻ്റെ ആ പുറകിലത്തെ ടയറാണ് വണ്ടിയുടെ ഡ്രൈവ് ആക്സിൽ. സോ ആ ഡ്രൈവ് ആക്സിലേക്ക് വെയിറ്റ് കൂടുതലുള്ളപ്പം നമുക്ക് കയറ്റം കയറാനും ഇറക്കിറങ്ങാനൊക്കെ എളുപ്പമാണ്. സോ മാത്രമല്ല വണ്ടിക്ക് കൂടുതൽ കൺട്രോൾ ഉണ്ടാകും. അപ്പോൾ നമ്മളങ്ങനെ വെയിറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു, എല്ലാം ബാലൻസ് ആക്കി. നമ്മളിനി തിരിച്ചിറങ്ങി വീണ്ടും നമ്മൾ വന്ന് ഫ്യൂൽ ബേ കയറി കുറച്ച് ഡീസലും കൂടെ അടിച്ചാൽ നമുക്ക് നമ്മുടെ യാത്ര തുടരാം. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ നമ്മുടെ ഡീസൽ ബേ. അപ്പോൾ ഡീസൽ ബേയിൽ കയറി നമ്മൾ ഡീസൽ അടിക്കാൻ പോവാണ്. അറ്റ ടൈമിൽ ആ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും ഡീസൽ അടിക്കാൻ നമുക്ക് പുറകെ 2 ടാങ്കാണുള്ളത്. നമ്മൾ മൊബൈൽ പേ ആണ് യൂസ് ചെയ്യുന്നത്. കാർഡ് വരയ്ക്കാനുള്ള കാർഡുകളുണ്ട്, പക്ഷെ നമ്മൾ ആക്ച്വലി മൊബൈലിൽ നിന്നാണ് ചെയ്യുന്നത്. സോ അതും നിങ്ങളെ ഒന്നും ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ മൊബൈലിനകത്ത് ലൗസിൻ്റെ ആപ്പ് എടുത്തു. ലൗസിൻ്റെ ആപ്പ് എടുത്തു കഴിഞ്ഞപ്പം നമുക്ക് ഇതിൻ്റെ ഇതുണ്ട്, ഫ്യൂൽ പ്രൈസ് കാണിക്കുന്നുണ്ട്. ഇത് ക്ലിക്ക് ചെയ്തു. ഇത് ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾ ഫിംഗർ പ്രിൻ്റ് കൊടുക്കണം. സോ ഒരു ലൊക്കേഷനെല്ലാം മൊബൈലിൽ ട്രേസ് ചെയ്തോളും. അതായത് ഇപ്പോൾ നമ്മുടെ ബാക്കി കാർഡിൻ്റെ ഡീറ്റെയിൽസ് പോലും അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു. നമ്മൾ ഏത് പമ്പിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പമ്പ് നമ്പർ എന്ന് പറയുന്നത് ഈ പമ്പിൻ്റെ സൈഡിൽ ഒട്ടിച്ചേക്കുന്നതാണ് 20 എന്ന് പറഞ്ഞാണ്. സോ നമ്മളിവിടെ ചൂസ് ചെയ്യും, 20 ചൂസ് ചെയ്യും. നെക്സ്റ്റ് കൊടുത്തു. ഇനി ഡീസൽ
ഡീസലും വേണം, ഡെഫും വേണം. നമുക്ക് ഇതുണ്ട്, ഡീസലും കുറവാണ്, ഡെഫും കുറവാണ്. ഇതാണ് ഇവിടെ ഡെഫ്. ഡെഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പം നാട്ടിലെ വണ്ടികൾക്കും ആയി തുടങ്ങിയിട്ടുണ്ട്. ഡീസലിൻ്റെ എമിഷൻ കുറയ്ക്കാനുള്ളൊരു ഫ്ലൂയിഡാണ്. സോ ഡീസലും ഡെഫും കൊടുത്തു. ഡ്രൈവർ ഐ ഡി ചോദിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഡ്രൈവർ ഐ ഡി ടൈപ്പ് ചെയ്യുവാണ്. നെക്സ്റ്റ് അടിച്ചു, ഓഡോമീറ്റർ കാണിച്ചു, 247373. നെക്സ്റ്റ് അടിച്ചു. പമ്പ് റെഡിയാണ്. ബിഗിൻ ഫ്യൂൽ കൊടുത്തു. ഈ ചിഹ്നം വന്നു കഴിഞ്ഞാൽ അവിടെ പമ്പ് റെഡിയാണ്. അപ്പോൾ നമുക്ക് നേരെ പമ്പിലേക്ക് പോകാം. നമ്മുടെ പമ്പ് ഓൾറെഡി റിമൂവ് നോസിൽ നമ്മൾ റെഡി ടു ഗോ ആണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇതെടുത്തിട്ട് നമ്മുടെ ഇതിൻ്റെ അകത്തിൽ അപ്പുറത്തെ സൈഡിൽ വയ്ക്കുക. സോ ബാക്കി നമുക്ക് ഫ്യൂലൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഞാനത് ഫ്യൂൽ അടിക്കാൻ പോകണം. ഈ കൈ നമ്മൾ ബെയർ ഹാൻഡിൽ ഫ്യൂൽ അടിക്കാറില്ല, ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് വേണം അടിക്കാൻ. അപ്പം ഫ്യൂൽ അടിച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ അർലിംഗ്ടൺ ടെക്സസിൽ നിന്ന് നമ്മൾ കൊളറാഡോ സ്പ്രിങ്സിലേക്കുള്ള യാത്രയിലാണ്. നമ്മൾ ഇന്നലെ രാത്രി പ്ലാൻ ചെയ്തതനുസരിച്ച് നമ്മൾ ടെക്സസിൽ വെച്ച് പ്ലാൻ ചെയ്തതനുസരിച്ച് നമ്മൾ 35 നോർത്ത് നേരെ ടോപ്പിൽ പോയി. അവിടുന്ന് ഇന്റർസ്റ്റേറ്റ് 70 വെസ്റ്റിൽ വന്ന് നേരെ നമ്മൾ കൊളറാഡോ സ്പ്രിങ്സിലേക്ക് പോകാനായിരുന്നു. അപ്പൊ ഇന്നലെ രാത്രിയിൽ ഷിഫ്റ്റ് മാറുന്ന സമയമായപ്പം ഞാൻ വെതറൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. അപ്പം 70 അവിടെ ഇവിടെയൊക്കെ സ്നോയും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോ അതുകൊണ്ട് ഞങ്ങൾ ചെറുതായിട്ട് ട്രിപ്പ് ഒന്ന് മാറ്റി. ട്രിപ്പ് മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് മാറ്റി. റൂട്ട് നമ്മൾ എന്നാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 35 വന്നു കഴിഞ്ഞാൽ നമ്മൾ 40 എന്ന് പറഞ്ഞ ഹൈവേയിൽ ടച്ച് ചെയ്തപ്പോൾ 40 വെസ്റ്റ് വന്നിട്ട് നമ്മൾ ന്യൂ മെക്സിക്കോ കയറി ആൽബുക്കർക്കി എന്ന് പറഞ്ഞൊരു സ്ഥലം ഇവിടെയുണ്ട്. അവിടുന്ന് നേരെ നോർത്ത് ഇന്റർസ്റ്റേറ്റ് 25 എന്ന് പറഞ്ഞ ഹൈവേ കയറിയാൽ നേരെ നമ്മൾ കൊളറാഡോ സ്പ്രിങ്സിലേക്ക് പോകും. ഏകദേശം സെയിം ദൂരമാണ്. മറ്റേ മേളിൽ കൂടെ വരുന്നു, ഒരു താഴേക്കൂടെ ഇങ്ങോട്ട് വന്നിട്ട് അടിയിൽ നിന്ന് മേളിലേക്ക് കയറുന്നു എന്ന് പറഞ്ഞു. സോ നമ്മൾ ആ റൂട്ടിൽ ഇങ്ങനെ വന്നു. ഒരു കുറച്ച് ദൂരം സ്റ്റേറ്റ് ഹൈവേ ഉണ്ടായിരുന്നു. അവിടെ സ്നോയൊക്കെ പെയ്ത് കിടപ്പുണ്ടായിരുന്നു. അവിടെ ഇന്ന് മിനിങ്ങാന്നായിരുന്നു സ്നോ പെയ്ത്ത്. അപ്പം അവിടെ സ്നോയൊക്കെ പെയ്ത് കഴിഞ്ഞു. ഇപ്പം നല്ല ക്ലിയർ കാലാവസ്ഥയാണ്. സോ നമ്മളങ്ങനെ കുറച്ച് ദൂരം സ്റ്റേറ്റ് ഹൈവേ കയറി. അങ്ങനെ സ്റ്റേറ്റ് ഹൈവേ കയറിയപ്പം എനിക്കും കിട്ടി ഒരു ട്രോഫി. നമ്മുടെ ന്യൂ മെക്സിക്കോ ഡിപ്പാർട്ട്മെന്റിന്റെ വക ഒരു ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ പോലീസ് പിടിച്ചു. പിന്നെ ഞാനിതിപ്പോ വീഡിയോ ആക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പം സാധാരണ ആരും ഇങ്ങനെ ടിക്കറ്റ് കിട്ടിയ കാര്യങ്ങളൊന്നും വീഡിയോ ആക്കാറില്ല. ഞാനിപ്പോ ഏതായാലും അത് വീഡിയോ ആക്കുന്നതെന്ന് വെച്ചാൽ ഈ ട്രക്കിംഗ് ഫീൽഡിലുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ടിക്കറ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് ആ ടിക്കറ്റിന് ഫൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അമേരിക്കയിലുണ്ട്. നമുക്ക് അതിന് ലോയറിനെ വിളിക്കാം, നമുക്ക് ഉള്ള എവിഡൻസുകൾ ഹാജരാക്കാം. അപ്പൊ എപ്പോഴും വണ്ടിക്കകത്തൊരു ക്യാമറ ഉള്ളത് 100% നല്ലതാണ്. കാരണം ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഗുണമായിട്ട് യൂസ് ചെയ്യും. സോ US അങ്ങനെ പോകുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, ട്രക്കിംഗ് ഫീൽഡിൽ ഉള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ചെയ്തിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ലോയർ ഗ്രൂപ്പുമായിട്ട് ഓൾറെഡി നമ്മൾ മന്ത്ലി ഫീസ് അടയ്ക്കുന്നുണ്ട്. എന്തെങ്കിലും ഇതുപോലത്തെ കേസുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോയറിനെ ഹാൻഡ് ഓവർ ചെയ്താൽ മതി. എനിക്ക് $50 പെർ മന്ത് ആണ്. അപ്പൊ ബാക്കി അവർ ടേക്ക് കെയർ ചെയ്തോളും. അതല്ല, ഇനി അങ്ങനെ നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുക്കാത്ത ആളുകൾക്ക് പോലും ആ ലോക്കലിലുള്ള ലോയർമാരെ ഹയർ ചെയ്യാം. സോ ഏതായാലും നമ്മളങ്ങനെ നമ്മുടെ യാത്രയിൽ തന്നെയാണ്. നമുക്ക് ടിക്കറ്റ് ഒക്കെ കിട്ടി. നമ്മൾ ഇനി ഒരാഴ്ചയും കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് പോവാണ്. അപ്പൊ ലാസ്റ്റ് വീക്കിൽ ഇത്രയും നാളത്തെ എന്റെ കരിയറിനിടയ്ക്ക് ഇങ്ങനൊരു ടിക്കറ്റ് ഇത് ആദ്യമാണ്. സോ എനിവേ, നമ്മൾ അങ്ങനെ ലാസ്റ്റ് വീക്കിൽ നമുക്ക് കിട്ടി ഒരു ട്രോഫി. ആ ട്രോഫിയുമായി നമ്മൾ നമ്മുടെ കൊളറാഡോ സ്പ്രിങ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഫ്രണ്ട്സ്, നമ്മള് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 100 മൈലും കൂടെ ബാക്കിയുള്ളൂ കേട്ടോ. നമ്മള് ഇപ്പൊ നിലവിൽ കൊളറാഡോ കയറി. കൊളറാഡോയിൽ അങ്ങനെ I-25 നോർത്ത് ബൗണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മിനിഞ്ഞാന്ന് ഇവിടെ മഞ്ഞ് പെയ്തതാണ് കേട്ടോ ഫ്രണ്ട്സ്. മിനിഞ്ഞാന്ന് ഇവിടെ ഞങ്ങള് വെതർ ചെക്ക് ചെയ്തപ്പോ മിനിഞ്ഞാന്ന് ഇവിടെ മഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ എന്തോ ചെറിയ പൊടിമഴയോ കാര്യങ്ങളായിരുന്നു. ഇന്നിപ്പോ ഭയങ്കര കാറ്റാണ്. ഓരോ ദിവസവും ഓരോ വെതറാണ് കേട്ടോ. അങ്ങേറ്റിട്ട് മഞ്ഞുമലയിലൊക്കെ എന്നെ രസമാണ് നോക്കിക്കാണ്. ഇന്നിപ്പോ കണ്ട സൂര്യനൊക്കെ നല്ല സ്റ്റൈലായിട്ട് തെളിഞ്ഞ് ഞാനൊന്നും അറിഞ്ഞിട്ടില്ലെന്നുള്ള രീതിയിലാണ് കാലാവസ്ഥ നിൽക്കുന്നത്. വിന്ററോ ഇത് വിന്ററൊന്നും അല്ലെന്ന് പറഞ്ഞാൽ നിൽക്കുന്നത്.
നമ്മളിത് ഏതാണ്ട് കൊളറാഡോ സ്പ്രിങ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കട്ടെ. ഇതൊക്കെ മിനിങ്ങാന്ന് ഇവിടെ പെയ്ത ഇന്നലെ ഇവിടെ പെയ്ത സ്നോയുടെ ബാക്കി കിടക്കുന്നതാണ്. റോഡ് നിറച്ച് സ്നോ ആയി ഓൾറെഡി. അർലിംഗ്ടൺ ടെക്സസിൽ നിന്ന് കൊണ്ടുവന്ന ലോഡ് അങ്ങനെ കൊളറാഡോ സ്പ്രിങ്സിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ വേറെ ലോഡില്ലെന്ന് പറഞ്ഞ് നമുക്കൊരു എംറ്റി തന്നു വിട്ടിട്ടുണ്ട്. തൊട്ടടുത്തുള്ള ഏത് സ്ഥലം? ഡെൻവർ അല്ലേ? ഡെൻവർ കൊളറാഡോ എന്ന് പറഞ്ഞിട്ട് സ്ഥലത്തേക്ക് നമ്മളങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. എംറ്റി എടുത്തോണ്ട് 53 ഫുട്ട്. അങ്ങനെ പോകുന്ന വഴിയിൽ റോഡ് സൈഡിൽ ഫുള്ള് സ്നോ ആണ് കേട്ടോ. റോഡിലില്ല, പക്ഷെ രണ്ട് സൈഡിലും ഫുള്ള് സ്നോ ആണ്. അപ്പൊ അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡെൻവർ കൊളറാഡോയിലാണ്. നമ്മളങ്ങനെ അർലിംഗ്ടൺ ടെക്സസിൽ നിന്ന് കൊണ്ടുവന്ന ലോഡ് കൊളറാഡോ സ്പ്രിങ്സിൽ ഇറക്കി. അവിടുന്ന് ഒരു എംറ്റി ട്രെയിലറുമായി നേരെ നമ്മൾ ഡെൻവറിലെത്തി. ഡെൻവർ കൊളറാഡോയിൽ നിന്നോ നമുക്ക് ആദ്യം തന്ന ലോഡ് റിവർസൈഡ് കാലിഫോർണിയ ആയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അതിലൊരു ട്രെയിലർ വേറൊരാൾ ബൈ മിസ്റ്റേക്ക് എടുത്തുകൊണ്ട് പോയി. സോ അവർ ലോഡൊന്ന് സ്വിച്ച് ചെയ്തു. ഇവിടുന്ന് നമുക്ക് അടുത്ത ലോഡ് തന്നിരിക്കുന്നത് നേരെ ലാസ് വേഗസ് നവാഡയിലേക്കാണ്. അപ്പം ഡെൻവറിൽ നിന്നും വേഗസ് നവാഡയിലേക്ക് നോർമലി പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70 എന്ന് പറഞ്ഞ ഹൈവേ എടുത്താണ്. യൂഷ്വലി നമ്മൾ 70 എടുത്താണ് പോകാറ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലെത്തും. 11,000 ലൈക്ക് 3,400 മീറ്റർ ഹൈറ്റിലെത്തും ആ ഹൈവേ. പക്ഷേ നമ്മൾ ആക്ച്വലി ഇപ്പോൾ നമുക്ക് അതിൽ പോകാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഓൾറെഡി വിന്ററിന് നടുക്കാണ്. അവിടെ ശക്തമായ സ്നോയും പിന്നെ സ്നോ സ്റ്റോമും ഉണ്ട്. അതും കൂടാണ്ട് 70 പല ഭാഗത്ത് നമുക്ക് ഹൈ പ്രൊഫൈൽ വെഹിക്കിൾക്ക്, അതായത് ഇങ്ങനെ ഹൈറ്റ് കൂടിയ വെഹിക്കിൾക്ക് എല്ലാം വേണ്ടിയിട്ട് ക്ലോസ് ഡൗൺ ആണ്. സോ നമുക്ക് ഓൾട്ടർനേറ്റ് റൂട്ട് എടുത്തേ പറ്റൂ. നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്ന അനുസരിച്ച് നമ്മൾ ഇങ്ങോട്ട് വന്ന സെയിം റൂട്ടിൽ കുറച്ച് ദൂരം താഴേക്ക് പോയി, അതായത് 25 എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഇന്റർസ്റ്റേറ്റ് എടുത്ത് നമ്മൾ സൗത്ത് പോയി 40 എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെല്ലും. ആൽബുക്കർക്കി ന്യൂ മെക്സിക്കോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്ന് 40ൽ ചെന്ന് കയറി 40 ഇന്റർസ്റ്റേറ്റിൽ നമ്മൾ വെസ്റ്റ് പോയാണ് വേഗസിലേക്ക് പോകുന്നത്. അപ്പോൾ അത് ഞാനൊരു പുതിയ വീഡിയോ ആക്കാന്ന് വെച്ചു. കാരണം ഇപ്പോൾ ഓൾറെഡി രാത്രിയായി. അപ്പോൾ നാളെ നമ്മൾ നേരം വെളുത്ത് ഫ്രഷ് ആയിട്ടൊരു പുതിയ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. സോ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. റോഡിലെ മറ്റു വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫോർ നൗ.